ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമ്മളൊരു വൈറ്റ് ഫ്രോക്കാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. 5 മീറ്ററാണ് നെറ്റ് എടുത്തേക്കുന്നത്, അതേപോലെ 3 മീറ്റർ ലൈനിങ്. 7 വയസ്സിൻ്റെ അളവിനാണ് കേട്ടോ ചെയ്യുന്നത്. ഷോൾഡർ 11, ചെസ്റ്റ് 23ൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്ത് അപ്പോൾ നമുക്ക് 25 കിട്ടും. അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് 6.5 കേട്ടോ എടുത്തേക്കുന്നത്. അതേപോലെ വേസ്റ്റ് 22, അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 24, അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കിട്ടുന്നത്. പിന്നെ സ്ലീവ് ഫുൾ ലെങ്ത് എടുക്കുന്നുണ്ട്. ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 37. 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. മുകളിലത്തെ പാർട്ടിന് 9 എടുക്കുന്നത്, തയ്യൽ തുമ്പൂടെ കൂട്ടി 11. താഴത്തെ പാർട്ട് അപ്പോൾ 28 ആവും. 37 നിന്ന് 9 പോയി കഴിയുമ്പോൾ 28 കേട്ടോ. അപ്പോൾ അത് തയ്യൽ തുമ്പൂടെ കൂട്ടി 29 എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക് 2, ബാക്ക് നെക്ക് 3. ഞാൻ തുണി ആദ്യം ഒന്ന് അളന്ന് കാണിക്കാം കേട്ടോ. എല്ലാവർക്കും ഡൗട്ടുണ്ട്, തുണി ഇത്ര മീറ്റർ ഉണ്ടെന്ന് പറയുമ്പോഴത്തേനും അത് സത്യമാണെന്ന്. അപ്പോൾ ലൈനിങ് 3 മീറ്റർ എടുത്തിട്ടുണ്ട്. അതേപോലെ നെറ്റ് പ്രീമിയം ക്വാളിറ്റിയുടെ നെറ്റാണ് കേട്ടോ. ഇതാ 1 മീറ്ററായി. 2, 3, 4, 5. ലൈനിങ് ആദ്യം 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തു കേട്ടോ. ആദ്യം അതിനെ ഒന്ന് സ്ട്രൈറ്റായിട്ട് വരച്ചോ. 5.5 ഷോൾഡർ, 4 ആം ഹോളിന് കൊടുത്തേക്കുന്നത്. അവിടുത്തെ വണ്ണം 6.5 തയ്യൽ തുമ്പും. അപ്പോൾ 9 നമ്മൾ തയ്യൽ തുമ്പൂടെ കൂട്ടി 11 അവിടുത്തെ വണ്ണം 6 തയ്യൽ തുമ്പും. ഷോൾഡർ 1/2 ഇഞ്ച് ഒന്ന് ചരിച്ച് വരച്ച് കൊടുത്തു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ലൈനിങ് ഞാൻ ഡബിൾ ലെയർ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു വട്ടം കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് സിംഗിൾ ഫ്രണ്ടും ബാക്കും അല്ലേ, അപ്പോൾ ഇതിൻ്റെ ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കണേ. എന്നിട്ട് മെയിൻ ക്ലോത്ത് നെറ്റ് 4ആയിട്ട് മടക്കി വെച്ചിട്ട് കട്ട് ചെയ്ത ലൈനിങ് അതേപോലെ മെയിൻ ക്ലോത്തിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണേ. ഇതാ ഇനി അംബ്രല്ല അല്ലേ, അപ്പോൾ നമുക്ക് അംബ്രല്ലയുടെ താഴത്തെ വേർഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. വേസ്റ്റ് നമുക്ക് വരുന്നത് 22 പ്ലസ് 2 കൂടെ 24 നമ്മൾ എടുത്തത്. അതിന് 8ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ 3 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മെയിൻ ക്ലോത്തും ലൈനിങ്ങും ഞാൻ 8ആയിട്ട് തന്നെ മടക്കിയിട്ടാണ് അംബ്രല്ല വെട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 22 മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ തെറ്റിപ്പോവും. അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത 2 കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. ലൈനിങ് ഇതേപോലെ 2ആയിട്ട് മടക്കി. ഇനി ഇതിനെ 4ആയിട്ട് മടക്കി കേട്ടോ. ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുക്കുക. ഇവിടെയാണ് വെട്ട് വരുന്ന ഭാഗം. ഈ ഭാഗത്തെ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മാത്രം മതി അംബ്രല്ലയ്ക്ക്. എന്നിട്ട് നമുക്ക് 3 വരേണ്ടത്. ഇതിപ്പോൾ നമുക്ക് ഫുൾ ലെങ്ത്ത് കിട്ടില്ല കേട്ടോ. നമുക്ക് തുണി വെച്ച് ജോയിൻ ചെയ്യണം. അപ്പോൾ മുകളിൽ ഞാനൊരു 4ൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റ് 3 കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 28 വരേണ്ടത്. അപ്പോൾ 2 ഇഞ്ച് കുറച്ച് 1 ഇഞ്ച് കൂട്ടണം തയ്യൽ തുമ്പിന്. അപ്പോൾ നമുക്ക് കറക്റ്റ് 27 കിട്ടും. അതിൻ്റെ അവിടെ ഞാൻ മുകളിൽ നിന്ന് വെച്ചിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ. അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യണം. നമ്മൾ തുണി കുറവെടുത്താൽ ഇതേപോലെ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് 3 മീറ്ററും നമ്മൾ മുകൾ ഭാഗം കട്ട് ചെയ്തപ്പോൾ 2.5 മീറ്ററൊക്കെ കിട്ടുള്ളൂ. അതാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ട അവസ്ഥ വന്നത്. പിന്നൊക്കെ കുത്തി കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ വെച്ചടിക്കുമ്പോഴൊക്കെ പിന്നില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകും. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തതിൻ്റെ താഴ്ഭാഗത്തൂടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. കറക്റ്റ് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്യരുത്. നമ്മൾ തുണി വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ തുണി കുറഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാനൊരു 6 ഇഞ്ചോളം വെച്ചടിക്കണം. അപ്പോൾ ഞാൻ ബാലൻസ് തുണിയിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. 6 ഇഞ്ചിൻ്റെ ലെങ്ത്തിൽ. 6 ഇഞ്ചെന്ന് പറഞ്ഞാൽ 6 ഇഞ്ചല്ല കട്ട് ചെയ്യേണ്ടത്, അതിനേക്കാളും കൂടുതലിട്ട് കട്ട് ചെയ്യണം. ജോയിൻ ചെയ്യുമ്പോൾ തുണി കുറയും. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല ഭാഗം നോക്കി ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കണം. 4 പീസിനെ ജോയിൻ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഇതേപോലെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്ത് വെച്ചിട്ട് കറക്റ്റ് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്. മെയിൻ ക്ലോത്ത് നമുക്ക് വേണ്ടത് 28. അപ്പോൾ 28നേക്കാൾ 2 ഇഞ്ച് കുറച്ചാണ് നമ്മൾ ലൈനിങ് വെട്ടുന്നത്. 2 ഇഞ്ച് കുറയ്ക്കുമ്പോൾ തയ്യൽ തുമ്പ് 1 ഇഞ്ച് കൂട്ടാൻ മറക്കരുത്. ഓക്കെ,
അടിഭാഗം മടക്കി അടിക്കുമ്പോൾ ആ 1 ഇഞ്ച് അങ്ങ് പൊക്കോളും. ഇതാ ലൈനിങ് അങ്ങനെ കട്ട് ചെയ്തെടുത്തു. നമ്മൾ ജോയിൻ ചെയ്ത ഭാഗം ഒന്ന് പതിച്ചൂടെ അടിച്ചാൽ അവിടെ സേഫായിട്ട് ഇരുന്നോളൂ കേട്ടോ. മെയിൻ ക്ലോത്താണ് ഇത്. മെയിൻ ക്ലോത്തും ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ട് കട്ട് വരുന്ന ഭാഗത്തുനിന്ന് ഒരു സൈഡിലേക്ക് മടക്കിയിട്ട് കൊടുത്താൽ മതി. അവിടെയും സെയിം 3.5 നമുക്ക് വേണ്ടത് മുകൾ ഭാഗത്ത്. അവിടെ നിന്ന് താഴോട്ട് നമുക്ക് 29 വേണം കേട്ടോ. കറക്റ്റ് ഇത് മുകളിൽ വെച്ചിട്ട് തന്നെ ആ 3 വരുന്ന ഭാഗത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്താൽ കറക്റ്റ് കിട്ടില്ല കേട്ടോ. മുകളിൽ നിന്ന് തന്നെ മാർക്ക് ചെയ്യണം. അതും കട്ട് ചെയ്തെടുത്തു. ഇനി ഞാൻ തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ട് സ്ലീവ് കട്ട് ചെയ്യാം. 17 1 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൊടുത്തിട്ട് നമ്മൾ സ്ലീവ് നോർമൽ സ്ലീവ് വരച്ചെടുക്കുവാണ് കേട്ടോ. സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണേ. അതുമായി ഇനി നമുക്ക് വള്ളി ഒരു പീസ് കട്ട് ചെയ്തു. 3 ഇഞ്ച് വീതിയും 24 ഇഞ്ച് നീളത്തിൻ്റെയും വള്ളി സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൽ നമ്മൾ ട്രാൻസ്പെറൻ്റ് അല്ലേ കൊടുക്കുന്നത്, അപ്പോൾ 2 ഇഞ്ചാണ് നമ്മുടെ നെക്ക്, 4 ഇഞ്ചിലാണ് നമുക്ക് ട്രാൻസ്പെറൻറ്റ് വരുന്നത്. അപ്പോൾ ഒരു 3.5 ഇഞ്ചിൽ കറക്റ്റ് ഒരു ലൈൻ വരച്ചാൽ നമ്മൾ മടക്കി അടിക്കുമ്പോഴത്തേന് കറക്റ്റ് 4 ഇഞ്ച് കിട്ടിക്കോളും. പിന്നെ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് 1.5 ഇഞ്ച് വീതിയിൽ തുണിയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ക്രോസ് ആയിട്ട് വെച്ചിട്ട് 1.5 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്ത് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി ക്രോസ് പീസിനെ. ക്രോസ് പീസായി. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് 2.5 വീതി, ഇറക്കം 2. അതിനെ ഒരു ബോക്സ് ആക്കിയിട്ട് ജസ്റ്റ് ഞാൻ റൗണ്ട് നെക്ക് കൊടുക്കുന്നതേ ഉള്ളൂ. അതിനെ കട്ട് ചെയ്തെടുത്തു. ഓക്കെ. ഇനി ഞാൻ ഫ്രണ്ടിനും ബാക്കിനും ഡബിൾ ലെയർ ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. ആദ്യം ആ ക്രോസ് പീസിൻ്റെ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ. ഇനി നമ്മുടെ നെക്കിനെ അത് പ്ലേസ് ചെയ്ത് കൊടുക്കാൻ പോകണം കേട്ടോ. നെക്ക് ഒരു സൈഡ് ഫ്രണ്ടിലും ഒരു സൈഡ് ബാക്കിലും വരുന്ന രീതിയിൽ നെക്കിൻ്റെ ആ ഒരു കട്ടിങ് കാണാത്ത രീതിയിൽ നെക്ക് ഇതേപോലെ സൈഡിൽ വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കുവാണേ. ഇനി ലൈനിങ് നമ്മൾ 3.5 കട്ട് ചെയ്തെടുത്തത്. ആദ്യം അതിനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുവാണ് ഞാൻ 2 പീസില്ലേ. എന്നിട്ട് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുവാണ് സ്റ്റിച്ച് കാണാത്ത രീതിയിൽ. അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണേ. 3 സൈഡും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. സെൻറ്റർ മാർക്ക് ചെയ്യുവാണേ. അതേപോലെ നമ്മളിപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്തതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. നെറ്റായതുകൊണ്ട് മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വൈറ്റ് വുഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ടേബിളും വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നും മനസ്സിലാകത്തില്ല. കറക്റ്റ് 4 മാർക്ക് കൊടുത്തു. നാല് 4.5 മാർക്ക് കൊടുത്താലും കുഴപ്പമില്ല. ഷോൾഡർ ജോയിൻ ചെയ്ത് വരുമ്പോഴത്തേന് കറക്റ്റ് 4 കിട്ടിക്കോളും. പിന്ന് കുത്തി കൊടുത്തിട്ട് ഇതേപോലെ മെയിൻ ക്ലോത്തും ആ ലൈനിങ്ങോടൊരു സ്റ്റിച്ച് ഇട്ടെടുക്കുവാണ്. ഫ്രണ്ട് നെക്കിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ബാക്ക് നെക്ക് നമ്മൾ നോർമലി ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യില്ലേ, അതേപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രണ്ടും ബാക്കും ഞാൻ ചെയ്തെടുത്തു. ബാക്കിൽ വേണമെങ്കിൽ ട്രാൻസ്പെറൻറ്റ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കൊടുത്തിട്ടില്ല. ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്. ബാക്കിലൂടെ കൊടുത്താൽ അത്രയും നല്ലതാണ്. ഇതേപോലെ സ്ലോപ്പ് ചെയ്ത് ജോയിൻ ചെയ്തിട്ട് ബാലൻസ് പാർട്ടൊക്കെ കട്ട് ചെയ്ത് കളയാം കേട്ടോ.
ഷോൾഡറിൻ്റെ സ്റ്റിച്ച് ബാക്ക് സൈഡിൽ പോകുന്ന രീതിയിൽ ഒന്ന് പതിച്ച് സ്റ്റിച്ച് കൊടുക്കുക. ഇനി ഇതിനെ 4 മടക്കിയിട്ട് നമുക്കൊന്ന് റീമാർക്ക് ചെയ്തെടുക്കാം. വേസ്റ്റ് പാർട്ടൊക്കെ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 4ലാണ് ആം ഹോള്. നമ്മൾ ആദ്യം 11 കട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഷോൾഡറൊക്കെ അടിച്ച് വരുമ്പോഴത്തേനും കറക്റ്റ് 10 നമ്മുടെ ഈ താഴ്ഭാഗത്തെ ലെങ്ത്ത് വേണ്ടത്. പിന്നെ അംബ്രല്ലയുടെ ജോയിൻ ചെയ്ത് വരുമ്പോഴത്തേനും കറക്റ്റ് നമുക്ക് 9 കിട്ടും കേട്ടോ. വേസ്റ്റ് പാർട്ടൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഫ്രണ്ട് ആം ഹോൾ 1/2 ഇഞ്ച് നമുക്ക് കുഴിച്ച് വെട്ടിക്കൊടുക്കാം. ഇനി ബാക്കിൽ നമുക്കൊരു സിബ് വെച്ച് കൊടുക്കാം. ബാക്ക് സൈഡിനെ 2 മടക്കി പിന്നെ കുത്തി കൊടുത്തേ. ഇനി ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലൊരു താഴ്ഭാഗത്തോട്ടൊരു സ്റ്റിച്ച് കൊടുത്തേ. ഇത് ബാക്ക് സൈഡിൻ്റെ ചീത്ത വശമാണ് കേട്ടോ. ഇനി അതിനെ ഒന്ന് കട്ട് ചെയ്തു. ഇനി നിവർത്തി വെച്ചിട്ട് ഇതേപോലെ 2 സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ സിബ് നല്ല വശമാണ് താഴെ ഇരിക്കുന്നത്, ചീത്ത വശമാണ് കേട്ടോ. മുകളിൽ നമ്മളിപ്പോൾ സ്റ്റിച്ച് കൊടുക്കുന്നത് കറക്റ്റ് പ്ലേസ് ചെയ്തൊരു സ്റ്റിച്ച് കൊടുക്കുക. 2 സൈഡും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തില്ല 1/2 ഇഞ്ച് ഗ്യാപ്പിൽ, ആ സ്റ്റിച്ച് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. സിബ് മുകളിലേക്ക് പ്ലേസ് ചെയ്തിട്ട് ബാലൻസ് പാർട്ടൊക്കെ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. ഇനി 4 മടക്കിയിട്ടേ ചെസ്റ്റ് 6 വേസ്റ്റ് 6, ബാക്ക് സൈഡിലും അതേപോലെ മാർക്ക് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ വള്ളി വെക്കണ്ടേ. നമ്മൾ വള്ളി കട്ട് ചെയ്ത പീസിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ. അതിൻ്റെ അരികിനുള്ള വേസ്റ്റ് ക്ലോത്തെല്ലാം കട്ട് ചെയ്ത് കളയണം കേട്ടോ. ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് വേസ്റ്റ് ക്ലോത്ത് ചെയ്യുന്ന മഹാബോറാണ്. എന്നിട്ട് അതിനെ ഒന്ന് ഞാൻ തിരിച്ചിട്ടെടുക്കുവാണ്. എന്നിട്ട് ആ താഴ്ഭാഗത്തുനിന്ന് 1 ഇഞ്ച് മുകളിലോട്ട് വെച്ച് പ്ലേസ് ചെയ്ത്, അകത്താണ് കേട്ടോ വെച്ച് പ്ലേസ് ചെയ്യേണ്ടത് വള്ളി. ഇനി സ്ലീവിൻ്റെ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് പ്ലേസ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് സ്ലീവ് കറക്റ്റ് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുത്തു, പിന്നെ നമുക്ക് അതിനെ സ്റ്റിച്ച് അകത്തേക്ക് പോകുന്ന രീതിയിലൊന്ന് പതിച്ചു കൊടുത്താൽ ബോറ ആവാതെ ഇരിക്കും കേട്ടോ. പിന്നെ സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് സ്റ്റിച്ച് ചെസ്റ്റിലേക്ക് വരുന്ന രീതിയിൽ ചെയ്യാം. പിന്നെ തയ്യൽ തുമ്പ് എത്രയാണോ വേണ്ടത് അത്ര ഇട്ട് കൊടുത്തിട്ട് ബാലൻസ് പാർട്ട് കട്ട് ചെയ്ത് കളയാം. നമ്മുടെ അംബ്രല്ലയുടെ താഴ്ഭാഗത്തെ പാർട്ട്, അംബ്രല്ല 2 പാർട്ടായിട്ടായിരിക്കും കിട്ടുന്നത്. ആദ്യം അതൊന്ന് ജോയിൻ ചെയ്യുക. പിന്നെ സെൻറ്റർ നോക്കി ഇതേപോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തൂടെ ജോയിൻ ചെയ്തെടുക്കുക. മെയിൻ ക്ലോത്തിൻ്റെ ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കി അടിക്കണം കേട്ടോ.
പിന്നെ ഇതേപോലെ മുകൾ ഭാഗം കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമുക്ക് കറക്റ്റ് ജോയിൻ ചെയ്തെടുത്താൽ മാത്രം മതി. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. അതേപോലെ നമ്മൾ അംബ്രല്ല 2 പാർട്ടാക്കി ഇട്ടുന്നതെന്ന് പറഞ്ഞില്ലേ, ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് പിന്നെ അതിനെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. 2 വശം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇവിടെ ഓപ്പൺ വരുന്ന ഭാഗം കറക്റ്റായിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും എല്ലാം കറക്റ്റായിട്ട് പിടിച്ച് വെച്ച് ജോയിൻ ചെയ്യണം കേട്ടോ. ബാലൻസ് പാർട്ടൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ വേസ്റ്റിൻ്റെ അവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുവാണേ. എല്ലായിടത്തും ഡബിൾ സ്റ്റിച്ച് കൊടുത്താൽ അത്രയും നല്ലത്. സ്റ്റിച്ചിങ്ങിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി. നമുക്ക് ഫ്രണ്ടിൽ ചെറിയ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വൈറ്റ് കളർ ബീഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് വന്ന ഭാഗത്തും പിന്നെ നമ്മൾ ആ സ്റ്റിച്ച് വന്നിട്ടില്ലേ ആ ഭാഗത്തൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ ആ സ്റ്റിച്ച് വന്ന രീതിയെ തോന്നില്ല. അപ്പോൾ വൈറ്റ് കളർ ബീഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് ഇട്ട് മാത്രം ബീഡ്സ് കോർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഫസ്റ്റ് യൂസിൽ തന്നെ ബീഡ്സ് ത്രെഡ് ലൂസായിട്ട് ബീഡ്സ് തൂങ്ങി കിടക്കും കേട്ടോ. അപ്പോൾ ഇനി ഔട്ട്ലുക്ക് കണ്ടാലോ, വായോ. അപ്പോൾ ഇതാണ് ഔട്ട്ലുക്ക്. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ട്രാൻസ്പെറൻറ്റ് വലിയ പാടുള്ള സംഭവമൊന്നുമല്ല. അപ്പോൾ ഓൾമോസ്റ്റ് 300 റുപ്പീസിനാട്ടോ ഞാൻ ഈ മെറ്റീരിയൽ മേടിച്ചത്, ലൈനിങ്ങിനോടി. അപ്പോൾ 10-20 രൂപയുടെ ബീഡ്സേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് 300 റുപ്പീസ് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഇതേപോലെ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.